ഹലോ ഇന്നത്തെ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്ന് എത്രത്തോളം സൺസ്ക്രീൻ യൂസ് ചെയ്താലും സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ ഗ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഇന്ന് എല്ലാവരുടെയും ഒരു ആവശ്യം സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും വേണം. ടാനും പിഗ്മെൻറ്റേഷനും ഡൾ സ്കിന്നെല്ലാം ഒന്നുമില്ലാതെ പക്ഷേ ആ നാച്ചുറൽ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യും വേണം. ഇത് രണ്ടും കൂടി ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരട്ടെ. ഇത് നാച്ചുറൽ സ്യൂറിൻ്റെ പോർസ് ആൻഡ് മാർക്സ് ബ്യൂട്ടി ഫേഷ്യൽ ഓയിലാണ്. ഇതാണ് ഇതിൻ്റെ പാക്കേജിൽ വരുന്നത് കേട്ടോ. ഞാൻ അതൊരു 2 വീക്സായി കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണ്. സോ എൻ്റെ സ്കിന്ന് ഇപ്പം എത്രത്തോളം ഗ്ലോ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്താണ് കേട്ടോ. ഈ ഓയിലിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അലോവേറ, വിറ്റാമിൻ ഇ, ഷിയ ബട്ടർ, സിനമൺ, ഒലിവ് ഓയിൽ, ഫാഷൻ ഫ്രൂട്ട് ഓയിൽ, മോറിഗ ഓയിൽ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബഹാനിക് ഓയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പ്രാക്സി ഓയിൽ നമ്മുടെ ഹൈറോണിക് ആസിഡ് ഇൻക്രീസ് ചെയ്യുകയും അതുവഴി നമ്മുടെ സ്കിൻ ഗ്ലോ അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ്ങിനെല്ലാം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മെയിൻലി നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്കും സ്കിൻ ലൈറ്റനിങ്ങിനും സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷനാണ് മെയിൻലി ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. നാറ്റോ ഓയിലാണ് സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഗ്ലോ മനസ്സിലാവും. ഞാനൊരു 1 സൈഡ് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഗ്ലോ ആയിട്ട് ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ. ഓയിൽ നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസ് എല്ലാം കുറച്ച് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒമേഗ 6 ആയിട്ടുള്ള ആർഗൻ ഓയിൽ. അത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഫേഷ്യൽ ഓയിൽ, നമ്മൾ നല്ലൊരു ഫേഷ്യൽ ഓയിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ നാച്ചുറൽ ഗ്ലോ ആക്കി വെക്കാനും ഡ്രൈനെസ് എല്ലാം കുറച്ച് സ്കിന്നിലെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഫേസ് ഓയിൽ യൂസ് ചെയ്യണത്. ഓയിൽ സ്കിന്നുകാർക്കും ഫേസ് ഓയിൽ യൂസ് ചെയ്യാനുള്ളൊരു ഡൗട്ട് തോന്നും. ഇത് ഓൾ സ്കിൻ ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ ഒരു സൈഡിലാണ് ഈ ഒരു ഫേസ് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ 2 സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നന്നായിട്ട് ഈ ഒരു സൈഡ് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഈ ഒരു ഗ്ലോ നിങ്ങളുടെ സ്കിന്നിന് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഒരു ഫേസ് ഓയിൽ നമ്മുടെ സ്കിന്നിലുള്ള പോസസ് ഒക്കെ ഉണ്ടാവും. വലിയ വലിയ ഓപ്പൺ പോസസ് ഉണ്ടാവും, സ്മോൾ പോസസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മുടെ സ്ട്രെച്ച് മാർക്ക് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ ആക്നെ മാർക്സ്, ബ്ലെമിഷസ് ഇതെല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ടും ഈ ഒരു ഫേസ് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 2 ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലീൻ ഫേസിലേക്ക് എന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ക്ലീൻ ഫേസിലേക്ക് ഈ ഒരു ഫേസ് ഓയിൽ നല്ല സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഔട്ട്ഡോർ പോകാന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു സൺസ്ക്രീൻ ആയിട്ടും ഈ ഒരു ഫേസ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒറ്റൊരു സൺസ്ക്രീനും സ്കിൻ കെയറും ഒറ്റൊരു ഫേസ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു ഫേസ് ഓയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി പറയുകയാണ്, അത്രത്തോളം റിസൾട്ട് ഉണ്ട്. കാരണം ഈ ഒരു സൈഡ് മാത്രം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിനൊരു ഗ്ലോ മനസ്സിലാവും. എൻ്റെ ഓയിലി സ്കിൻ ആണ്. എന്നിട്ട് ഇത് ഒരു തരത്തിലും എനിക്കൊരു സൈഡ് എഫക്റ്റ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രസ്റ്റബിൾ ആണ്, യൂസ് ചെയ്യാൻ പറ്റുമോ. ഈ ഒരു ഫേസ് ഓയിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ ഫേസിലുള്ള ആക്നെ മാർക്സ്, ഡാർക്ക് സ്പോട്ട്, പോസസ് ഇതെല്ലാം ക്ലിയർ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. ഇനി അത് മാത്രമല്ല സ്കിന്നിൽ നമ്മുടെ സ്കിൻ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്രത്തോളം ബെനിഫിറ്റ്സ് നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ടോൺ അല്ലെങ്കിൽ 1-2 ടോണൊക്കെ ഇൻക്രീസ് ആയപ്പോൾ നമുക്ക് തന്നെ തോന്നും. ഈ ഒരു ബ്രാൻഡ് നാച്ചുറൽ സ്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡ് GMP ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിറ്റുകളിൽ ആയുഷ് ഡയറക്ടറേറ്റിൻ്റെ അംഗീകാരത്തോടായിട്ടുള്ള നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. ഈ ഒരു ഓയിലിൽ SPF 15 പ്രൊട്ടക്ഷനാണ് കേട്ടോ ഈ ഓയിൽ തരുന്നത്. അതുമാത്രമല്ല സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട്. നമുക്ക് ഈ ഒരു ഫേസ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഔട്ട്ഡോർസ് ഒക്കെ എന്ന് വെച്ചാൽ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. കാരണം ഈ ഒരു ഫേസ് ഓയിൽ ഉള്ളത് സൺസ്ക്രീൻ്റെ SPF 15 ആണ്. SPF 50 ഉള്ളതുകൊണ്ട് തന്നെ സണ്ണിൽ നമ്മുടെ സ്കിന്നിനെ ഡയറക്റ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് ഓയിലിന് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി 2 ആയിട്ട് 2 നേരം ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഈ ഒരു ഫേസ് ഓയിൽ കൊണ്ട് എന്തായാലും ഉണ്ട്. എല്ലാവരും ബിസി ആയിരിക്കും, ജോബും പഠിപ്പും കോളേജ് ഇതെല്ലാമായിട്ട്. സോ നമ്മുടെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടാറില്ല.
അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാനായിട്ടും ഒട്ടൊരു ഫേസ് ഓയിൽ ഈ ഒരു ഫേസ് ഓയിലാണിത്. ഇത് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സണ്ണിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും സ്കിന്നിലുള്ള ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്, അതുപോലെ ഏജിങ്, വ്രിങ്കിൾസ്, ടാൻ, പിന്നെ പീലിംഗ്, നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വരാറുണ്ട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര ഡ്രൈ ആയിട്ട്. ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സ്കിന്നിൻ്റെ ടോൺ ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ടും സ്കിൻ നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ടും സ്കിന്നിലെ ഒരു മോയ്സ്ചറൈസർ ലെവൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഈ ഒരു ഫേസ് ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും വിശ്വസിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മോർ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ.